വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ സതീശന്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീശന്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താ അറിയാവോ? ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അല്ലാതെ ഉടമ്പയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അടയാളം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ? അങ്ങനെയുള്ള ഒരു മണ്ടത്തരം നീല കാണിച്ചില്ലേ? ഇയാൾ കറക്റ്റാണ്. ആളെ കറക്റ്റായത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത്. അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? നീ ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷേ ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമെന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയാളങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അതാണ് സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകത. സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങളാണേ, ദൈവമല്ല. ദൈവത്തിന് സമയമില്ലല്ലോ. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. പക്ഷെ നമ്മൾ അവിശ്വസ്തത കാണിച്ചും ദൈവത്തെ ഉടമ്പടി രുചി നോക്കിയും ഒത്താ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയ അവന് കിട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ഉടമ്പടി എന്ത് ചെയ്ത് കിട്ടിയ? ഇങ്ങനെ ഫോണെടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട പിശാചാണ്, ഇതിനെ കാലപ്പെടുത്തി നിലത്തിൻ്റെ അടിക്കണമെന്ന് ദൈവത്തിന് അറിയാം. എന്തൊക്കെ വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയാണ്. അയാൾ മൊബൈലെടുത്ത് വിളിച്ച് ചോദിക്കണം കിട്ടിയ? നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്ന വല്ല ഇങ്ങനെ ചോദിക്കും. എന്താ വെച്ചാൽ ഇവളെ ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത്. കാണിച്ചാൽ ഇത് വിളക്കാൻ തേക്കണ പാണ്ടാകും. പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ്. അപ്പം അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെപ്രതിയല്ല, ക്രിസ്തുവിൻ എന്ന വ്യക്തിയെപ്രതി അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമായിട്ടോ അങ്ങയുടെ നേടുമ്പോൾ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ സതീഷിന്റെ ജീവിതത്തില് ആള് സത്യസന്ധനായത് കാരണം സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. എപ്പോഴാണ് സഹോദരിയാണ് പെട്ടെന്ന് ആളെ ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ്. അയാളുടെ ജീവിതത്തിൽ 2.5 വർഷങ്ങളായിട്ട് അല്ല 18 വർഷമായിട്ടെന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കുന്നത്. അയാൾ ഹീലായതല്ല പ്രശ്നം. അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അല്ല അച്ഛനും കപ്പേരും പള്ളിയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് സതീശനോട്. ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് അയാൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ ഇല്ലേ അയാൾ കണ്ട്, ദർശനം കിട്ടിയേക്ക് അയാൾ സ്വപ്നങ്ങൾ കണ്ടു. അപ്പം എൻ്റെ പരിശുദ്ധമായ നിറഞ്ഞ് വസിച്ചു എന്നാണ് പറയണത്. അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നം. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ നടപടി പുസ്തകം 2:17 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നടപടി 2:17 ദൈവം അരുളി ചെയ്യുന്നു. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അത് ഈ ടൈം ഷോട്ടിങ് വരുന്ന സംഭവമാണത്. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 10-70 വയസ്സ് കൂടെ അല്ലേ. അവരെന്താ കാണുന്നത്? 17 വയസ്സുകാരുടെ സ്വപ്നങ്ങൾ കാണുമെന്ന്. ജീവിതം അവർക്ക് റിജുവിനേറ്റായി കിട്ടും. കിട്ടും. യുവാക്കന്മാർക്ക് എന്താ സംഭവം? നമ്മൾ പക്വതയില്ലെന്ന് പറയും. അവരെന്താ കാണുന്നത്? ദർശനങ്ങളാണ് കാണുന്നത്. അവർക്ക് പക്വതയോ
ഈ ഒരാളിന് ആ പരിശുദ്ധാത്മ വരുമ്പോഴേ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ. അതായത് അതുപോലെ ഒരു മാറ്റം ഈ മനുഷ്യനും ഉണ്ടായി. ഈ മനുഷ്യനോട് പരിശുദ്ധാത്മ പറയും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാൻ പറയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാനെന്ന് ഇയാൾക്ക് അറിയത്തില്ല. ഇയാളുടെ ക്രിസ്ത്യനല്ല, ശരിക്കും പറഞ്ഞാൽ ബൈബർത്ത് ക്രിസ്ത്യനല്ല, ലൈഫിൽ അയാൾ ക്രിസ്ത്യനല്ല. പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ്. നിങ്ങൾ ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധം ഉണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല. ശരിക്കും ഞങ്ങൾക്കൊക്കെയാണ്, ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ്, അത് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ്. ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കാര്യത്തിൽ നിങ്ങളെ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി വരുന്ന നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ആ ഉടമ്പടി കർശനം കൃത്യമായിട്ട് ചെയ്യും, അല്ലേ? എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും. അവർക്ക് ചോറൊക്കെ എടുത്ത് ഇത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും. രോഗികളെല്ലാം കണ്ട് അവരെ സഹായിക്കും. നിങ്ങൾ ഈ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല, ചില രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടു നിൽക്കാനൊക്കെ പോകത്തില്ല. ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ്? കൂട്ടു നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കണം ആൾക്കാർ. കൂട്ടു നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏൽപ്പിക്കും. അതല്ലേ ഇപ്പോൾ ലോകത്ത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സുമാരൊക്കെ കയറിപ്പോണ്ട് എന്താണ്, ചിലൊക്കെ സീനിയർ സിറ്റിസൻസിനെ നോക്കുകയാണ്. എന്താണ്? കൂട്ടു നിൽക്കാൻ ആരുമില്ല. ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കുത്തിയിരിക്കണേ കാണാം. അപ്പം നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ, അല്ലേ? രോഗികളെയൊക്കെ കാണാൻ പോയി നമ്മൾ. ഉടമ്പടി എടുത്തിട്ടുണ്ട്, രോഗിനെ കാണാം, ആശുപത്രി വല്ല രോഗികളുണ്ടോ ചോദിക്കും. ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടോ രോഗികൾ? നിങ്ങൾ ആശുപത്രി പോയായിരുന്നു. വെറുതെ പോയി ഇത് വകുപ്പ് നോക്കി എടുത്തിട്ട് പോകും. പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിൽ എനിക്കറിയാം, ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം. എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസ്തവരായിട്ട് ചില സഹോദരങ്ങളെ ഈ 10 രൂപ എടുത്തുകൊണ്ട് ഹരിപ്പാട് ആശുപത്രി പോയിട്ട് ആ വലിയപ്പന് കണ്ണു കാണാൻ പാടില്ലായിരുന്നു രോഗിക്ക്. എന്ത് ചെയ്തെന്നറിയാമോ? ആ പത്രം മുഴുവൻ ആ ചേച്ചി അവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക്. ഇങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് കൃപാസനത്തിന് ഇത്രയും ചവിട്ടിയാൽ അപ്പം അനുഗ്രഹം കിട്ടുന്ന കാര്യം, ഇതിന് പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച ആയിരങ്ങളുണ്ട്. അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല, പകുതിയോളം നോൺ ക്രിസ്ത്യൻസാണ്. അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ? ഹരിപ്പാട് ആശുപത്രി ചെന്ന് അപ്പാപ്പന് കണ്ണു കാണാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ 8 പേജ് പത്രവും അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത്, അപ്പാപ്പ ഇതുപോലെ അപ്പാപ്പനെ സുഖപ്പെടുത്തി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഉറപ്പ് കൊടുത്ത് പോരുകയാണ്. അവരെ ക്രിസ്തുവിനെ കൈമാറി പോരുകയാണ്. അപ്പോഴാണ് അതാണ് ഈ യുവാക്കന്മാരൊക്കെ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരിയായി മാറുകയാണ്. ദൈവം നോക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കവരൻ്റെ കഴിയുമ്പോൾ നോക്കണത്. അല്ല നിങ്ങൾക്ക് PR കിട്ടാനുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല. അതെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്. കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ 10,000 കിടക്കുന്നത്. ജപ്തി ആയാലും അതുപോലെ തന്നെ മാറാരോഗമായാലും 4th സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം? ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി, വയറിനകത്ത് മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണേ, അപ്പോൾ അത് ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു മോളെ അത് ചുരുങ്ങി പോകുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞു, ഓപ്പറേഷനുള്ള ബോഡിയൊന്നും അവിടെ ഇല്ല, അത് ചുരുക്കി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. നിന്നോട് ചോദിക്കാതെയാണ് പറഞ്ഞത്, ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവസാനം ചുരുങ്ങിപ്പോയി. അതെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത്. അവർ ചുരുക്കി വിടണം, അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളൂ. ഞാനത്രേ അമ്മയെ പറഞ്ഞിട്ടുള്ളൂ, ദൈവം മാത്രമേ അവർക്കുള്ളെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞേക്കണത്, ദൈവം മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം. നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ല ഇത്, മറിച്ച് പങ്കെടുക്കലാണ്. ബൈബിൾ അങ്ങനെ പറയണത്. കൊളോസ്യസ് 1:11 എടുത്തേ, ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന
ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കസിയ വിൽഫ്രഡ്. ഞാൻ UK നിന്നാണ് വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ വന്നിറങ്ങിയുള്ളൂ. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. കർത്താവും മാതാവും കൂടി അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഇൻക്ലൂഡിങ് മൈ മോം ആൻഡ് ഡാഡ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. 2020 എനിക്ക് ഒരു ബാക്ക് പെയിൻ വന്നത്. ഞാനൊരു നേഴ്സായിട്ട് സൗത്ത് UK വർക്ക് ചെയ്യുവാണ്. ബാക്ക് പെയിൻ വന്നു. ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ കാരണമായിരിക്കും എന്ന് വിചാരിച്ചു. അത് പോകുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ബ്ലഡ്സ് ചെക്ക് ചെയ്തു. അവർ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തപ്പം അവർ ഒരു ഡൗട്ട് പറഞ്ഞു. അതിന് ഫർദറായിട്ട് അവരൊരു CT സ്കാൻ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്തപ്പം ദേ ഡയഗ്നോസ് ദാറ്റ് ഐ ഹാവ് ലിംഫോമ. ലിംഫോമ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് എ ഫോം ഓഫ് ബ്ലഡ് ക്യാൻസർ. അപ്പം എൻ്റെ മമ്മിയും ഡാഡിയും എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പം ഞാൻ സുഖമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് റേഡിയേഷനും കീമോ ഒക്കെ എടുത്തായിരുന്നു എൻ്റെ ഇടയിൽ. ഞാൻ വളരെ പെട്ടെന്ന് ആയിട്ടാണ് ഞാനത് റിക്കവറായത്. പക്ഷേ അതിൻ്റെ ഇടയിൽ മമ്മി വെൻറ്റ് റിയലി സിക്ക്. മമ്മിക്ക് ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം മമ്മിക്കും ഡയഗ്നോസായി തലയിലൊരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടെന്ന്. ദ സെയിം ടൈം ഞാനും മമ്മിയും വെൻറ്റ് ത്രൂ ദ സെയിം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. സോ മമ്മി വെൻറ്റ് ത്രൂ ഒരു ന്യൂറോ സർജറി, മേജർ ന്യൂറോ സർജറി മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു. ഞാൻ കീമോയും ഒക്കെ ആയിട്ട് ഞാൻ UK അങ്ങനെ മാതാവിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും റിക്കവറായെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫർദർ സ്കാൻ, ഒരു പെറ്റ് സ്കാൻ ചെയ്തു അവർ, ടു സീ ഹൗ മച്ച് ഐ എം ഗെറ്റിംഗ് ബെറ്റർ. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദർ ഇസ് സ്റ്റിൽ എന്തോ ഒരു റൂട്ട് അവിടെ സ്റ്റിൽ പെൻഡിങ് ആണ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് സ്റ്റിൽ ആക്റ്റീവ്. അപ്പം അവർ പറഞ്ഞു യു മൈറ്റ് നീഡ് ഫർദർ സ്റ്റെം സെൽ തെറാപ്പി. അപ്പം ഞങ്ങളത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് പോയി. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി റിസ്ക്കിയാണ്. ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് 1 month ഞാനവിടെ ഫുൾ സ്റ്റേ ചെയ്യണം. ഐ ഷുഡ് ബി അവേ ഫ്രം മൈ കിഡ്സ് ആൻഡ് മൈ ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ 1 to 2 months. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിഷമിച്ചു. മമ്മിയും ഡാഡിയും തിരിച്ചിവിടെ വന്നു. എൻ്റെ ഫോട്ടോ കാണിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. എൻ്റെ ഫോട്ടോ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് മമ്മിനെയും ഡാഡിനെയും ബ്ലെസ് ചെയ്തു. അപ്പം മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഒന്നുമില്ല, മമ്മിനെ സൂക്ഷിച്ചാൽ മതി, മമ്മി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി 1 വർഷം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഒരു റേഡിയേഷൻ തെറാപ്പി ചെയ്യണം, വിച്ച് ഈസ് സൈബർ നൈഫ് തെറാപ്പി. അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളെ ആയിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയിൽ ആ ട്രീറ്റ്മെൻറ്റ് മെഷീൻ വന്നിട്ട് ഇറ്റ്സ് സോ എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് വെരി ഒത്തിരി റെയറായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. സോ അത് ചെയ്തു മമ്മിക്ക്. പിന്നെ എൻ്റെ കാര്യം പെറ്റ് സ്കാൻ അവർ 6 months ആഫ്റ്റർ റിപ്പീറ്റ് ചെയ്തപ്പം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒന്നും കാണത്തില്ല, മാതാവ് എല്ലാം മാറ്റി തന്നു. പ്രത്യേകിച്ച് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്താണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് ഇനിയും ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവും, ഇതിപ്പം മൈൽഡ് ലിംഫോമേ ഉള്ളൂ, സോ ഷുഡൻ ബി അഗ്രവേറ്റിംഗ്, സോ ദേ ഡോണ്ട് ടേക്ക് റിസ്ക്.
അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഓക്കെ നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന വിട്ടില്ല. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്താനാണെങ്കിൽ ഞാൻ സുഖപ്പെട്ടാൽ മതി, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും, അതിൽ ഞാൻ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. ദെൻ ആ ഡോക്ടർ ഒരു പ്രൊഫസറാണ്, വേൾഡിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന എന്തോ ഒരു ഡോക്ടറാണ് പുള്ളി ഈ ലിംഫോമ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പുള്ളി പറഞ്ഞു ടച്ച് വുഡ്, നീ പറഞ്ഞത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ബയോപ്സി 1 ഏപ്രിൽ ബയോപ്സി ചെയ്തു. ബയോപ്സി എടുത്തു കഴിഞ്ഞു. എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു, കാരണം ഇറ്റ്സ് സോ മൈന്യൂട്ട്, ചെറിയൊരു ഗ്രോത്തേ ഉള്ളൂ. അത് എൻ്റെ ബാക്കിൽ നിന്ന് എടുത്തു. അപ്പം ഞാൻ മാതാവിൻ്റെ പത്രം, വചനം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഇത് ഞാൻ ഫ്രെയിമിട്ട് ഞാൻ ഈ ഡോക്ടറിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത്. അപ്പം ഞാൻ ഇത് മാതാവിനെ ലോക്കറ്റും ഞാൻ ഈ വയറ്റത്തോടെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കമന്ന് കിടന്നു. എന്നിട്ട് അവർ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ആ പെയിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ഓർത്തത്, കാരണം അത് നമ്മുടെ ലെൻസ് സീസണായിരുന്നു. ഈശോ മരിക്കുന്ന ഈശോൻ്റെ പീഡാസഹനത്തോട് ഞാനത് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 6 ഏപ്രിൽ 6 അതിനു മുമ്പ് ഞാൻ ഈ പത്രത്തിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് ഞാൻ എന്നും കൊണ്ടു നടക്കുന്ന ഒരു പത്രമാണ്, എൻ്റെ ബാഗിലും ഒക്കെ എപ്പോഴും ഞാൻ വയ്ക്കുന്നൊരു പത്രം. ഇതിനകത്ത് ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൃപാസനത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ബിഹേവിയേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അതിലേറ്റവും വലിയൊരു കാര്യം ഞാൻ ചേഞ്ച് ചെയ്തത്, എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ മര്യാദക്ക് നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഇതിൻ്റെ കോവിഡ് സ്ട്രഗിളിൻ്റെ ഇടയിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ ദോ UK യിലായിരുന്നെങ്കിലും വി ലോസ്റ്റ് അവർ ജോബ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല അവിടെ ഒരു ഇത്. ഞാൻ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ടേക്സ് ഞാൻ മമ്മീനെയും ഡാഡിനെയും ഹെൽപ്പ് ചെയ്യും വിത്തൗട്ട് ഫെയിൽ എന്നുള്ളത് ഞാൻ ഡിസിഷൻ എടുത്തു. കാരണം അവരിലൂടെയാണ് നമ്മുടെ കാണപ്പെടാത്ത ദൈവത്തിന് നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചത് വഴി. പിന്നെ ഞാൻ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ഓൺലൈൻ റിട്രീറ്റ് എല്ലാം കൂടി തുടങ്ങി. അതെല്ലാം ഞാൻ ഈ പത്രത്തിൽ ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതിയിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 6 എനിക്കൊരു തോന്നി, എന്തുകൊണ്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൂടാ. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി സക്സസ്ഫുള്ളായിട്ട് എടുത്തു. 6ാമത്തെ ഏറ്റവും അവസാനം വെക്കുന്ന കാര്യം എന്തായാലും നടക്കുമെന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ കാര്യമല്ല വെച്ചത്. ഞാൻ വെച്ചത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. കൊന്ത കഴിയുമ്പം ഒരു കാര്യം ഞാൻ ഈ ലോകത്തിലുള്ള വൾണറബിൾ കിഡ്സിന് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനാണ് വെച്ചത്. പല വിധത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അവസാനത്തെ ഒരു ഇത് വെച്ചത് മാതാവിന്. പിന്നെ 5ാമത്തെ ആയിട്ടാണ് എൻ്റെ വെച്ചത്. 11 ഞങ്ങളവിടെ പോയി. 10 ഞാൻ ഇറ്റ് ടേക്സ് ലോങ് ടൈം ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ടു. പ്രയറിൽ ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് ചെയ്ത്, മാതാവേ എനിക്ക് എൻ്റെ വൈഫിന് നെഗറ്റീവ് റിസൾട്ടാണ് വരണമെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ വൈഫ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എനിക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ 11 ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒത്തിരി തകർന്നാണ് പോയത്. പക്ഷേ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, കാം ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എനിക്ക് കേൾക്കാമായിരുന്നു. പിന്നെ മാതാവ് പറഞ്ഞു, നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കണം, അതായത് ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിൻ്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടാതെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4:30 1.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോയിൻമെൻറ്റിന് വേണ്ടി. 4:30 പ്രൊഫസർ വിളിപ്പിച്ചു. ആ പ്രൊഫസറാണ്, ഡോക്ടറല്ല, ഒരു പ്രൊഫസറാണ്. പ്രൊഫസർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ എങ്ങനെയുണ്ട്? പുള്ളി എല്ലാ വിശേഷവും ചോദിച്ചു. ഞങ്ങളപ്പോൾ വിചാരിച്ചു റിസൾട്ട് മോശമായിരിക്കും, അതായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കണേ എന്ന് പറഞ്ഞപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയത്. പുള്ളി ഒറ്റ ഇരിപ്പിന് പറഞ്ഞു,
നിനക്കൊരു ഇൻഫ്ലമേഷനേ ഉള്ളൂ അവിടെ, ലിംഫോമാൻ്റെ ഒരംശം പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 4 കോർ ബയോപ്സി അവിടെ എടുത്തത്. ലവ് യു മാതാവേ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. അതുകൂടാതെ എൻ്റെ മമ്മിയും സുഖപ്പെട്ടു, മമ്മിയും നോർമലായി എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി ഉമ്മ. പിന്നെ ഒരു കാര്യം, 3 കാര്യം എൻ്റെ അടുത്ത് മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ മാതാപിതാക്കന്മാരെ സഹായിക്കുക. താങ്ക് യു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് UK നിന്ന് വന്ന കെസിയ എന്ന ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവച്ചത്. കെസിയയ്ക്ക് 34 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പ്രായത്തിനിടയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഹസ്ബൻഡുണ്ട്, ചെറിയ 2 കുഞ്ഞുങ്ങളുണ്ടല്ലേ, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കിട്ടിയൊരു ഉറപ്പ് എന്ന് പറഞ്ഞത്, കെസിക്ക് കിട്ടിയൊരു ഉറപ്പ്, കെസിയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അല്ലേ? കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത ആരായിരുന്നു? എന്തോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അല്ലേ? 3 പ്രാവശ്യം വന്ന് 3 പ്രാവശ്യം വന്നായിരുന്നു, പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ കെസിയുടെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കെസിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. അതായത് പറഞ്ഞതുപോലെ തന്നെ കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. പിന്നെ ഈ കെസിയ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഈ മകൾക്ക് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെതായ സീരിയസ് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അല്ലേ? ബോഡി എപ്പോഴും ഹെൽത്തി ആയിരുന്നു. കാരണം അമ്മ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ട് പോയെങ്കിലും ഈ മകള് തുടക്കം മുതൽ ഓക്കെ ആയിരുന്നു. അതായത് സാധാ ക്യാൻസർ രോഗികൾക്കുണ്ടാകുന്ന അത്ര സീരിയസ് വിഷയങ്ങളൊന്നും ഈ മകൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീടാണ് ഒരു ഗ്രോത്ത് കാണുന്നത് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അമ്മയും അപ്പനും കൂടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഫോട്ടോ ആണ്, ഈ മകൾ UK യിലാണ്, അപ്പോൾ ഫോട്ടോയാണ് കാണിച്ചത്. അപ്പോൾ ഈ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ മകൾക്ക് യാതൊരു അസുഖവുമില്ല, അമ്മ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത് ഒരു പ്രവചനമായിരുന്നു. കാരണം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവമാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് ഒരു ട്യൂമർ വന്നു, പിന്നീട് അല്ലേ, മാസങ്ങൾക്ക് ശേഷം. പിന്നെ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. എൻ്റെ പേര് ജിൽസി ഡൊമിനിക്. ഞാൻ തൃശ്ശൂർ രൂപതയിലുള്ള വെളുത്തൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 2019 സെപ്റ്റംബർ 13-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അന്ന് ഞങ്ങളിവിടെ വരാനുണ്ടായ കാരണം 2016 ജനുവരി 7-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ട്രോക്ക് വരികയും ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അന്ന് ആളുടെ ഹീമോഗ്ലോബിൻ ഒരുപാട് ഹൈ ആയിരുന്നു, 24 ആയിരുന്നു ഹീമോഗ്ലോബിൻ. തലയിൽ ക്ലോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ചത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആൾക്ക് സ്ട്രോക്ക് വരികയും വീണ്ടും അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അതിനുശേഷം 6 മാസത്തോളം ഇഞ്ചക്ഷൻ എടുത്തു. 1 വർഷത്തോളം അതിൻ്റെ തുടർ ചികിത്സകളായി നടത്തി. ആ സമയത്ത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന പോലെ ആൾക്ക് ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ പ്രോബ്ലം, അൾസർ, ക്രിയാറ്റിൻ ഒരുപാട് കൂടുതലാവാൻ തുടങ്ങി, യൂറിനറി ഇൻഫെക്ഷൻസ് തുടങ്ങി. അതുപോലെ തന്നെ ഭക്ഷണം എന്ത് കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കാതെ ലൂസ് മോഷനായി, ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഹീമോഗ്ലോബിൻ ഒരുപാട് കുറഞ്ഞു പോവുകയും 6 വരെ ഹീമോഗ്ലോബിൻ എത്തി. അങ്ങനെ 2019 ഓഗസ്റ്റിൽ ആളെ വീണ്ടും, ആ സമയങ്ങളിടയ്ക്കെല്ലാം ആൾക്ക് BP ഒരുപാട് കുറയുകയും ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയും ചെയ്യും. എന്നിട്ട് പോയിട്ട് സലൈൻ ഇട്ടിട്ട് 1 ആഴ്ചത്തോളം ആശുപത്രി കിടക്കും, വീണ്ടും തിരിച്ചു വരും. 2-3 മാസത്തോളം അങ്ങനെ പോകും. അത് കഴിഞ്ഞ് വീണ്ടും വയ്യാണ്ടാകുമ്പോൾ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും. ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയായിരിക്കുമ്പോൾ 2019 ഓഗസ്റ്റിൽ ഹീമോഗ്ലോബിൻ ഒരുപാട് കുറഞ്ഞ് 6 വരെ എത്തി. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി വീണ്ടും അഡ്മിറ്റാക്കി 4 പ്രാവശ്യമായിട്ട് ബ്ലഡ് കയറ്റി. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് 3-ാം ദിവസം വീണ്ടും സ്ട്രോക്ക് വരികയും ഫിക്സ് വന്ന് ആളുടെ വലത്തെ കാല് തിരിഞ്ഞു പോവുകയും ചെയ്തു. ആൾക്ക് എപ്പോഴും സ്ട്രോക്ക് വന്നാലും വലത് സൈഡിലാണ് ആൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറ്, കാല് തളർന്നു പോവുകയും ചെയ്യാറ്. അങ്ങനെ 2 ആഴ്ചയോളം വന്ന് ആശുപത്രിയിൽ കിടന്നു. ആൾക്ക് അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആളെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് വീൽ ചെയർ ഉണ്ടായിരുന്നില്ല, കസേരയിലാണ് ഇരുത്തി ബാത്റൂമിൽ കൊണ്ടുപോകാൻ ടോയ്ലറ്റിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഭക്ഷണം തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ക്രിയാറ്റിൻ, സോഡിയം, പൊട്ടാസ്യം എല്ലാം കുറവായിരുന്നു. BP ഒരുപാട് ലോ ആയിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല.
അങ്ങനെയൊക്കെ അവസ്ഥയിലാണ് ഞങ്ങൾ അന്ന് 2019 സെപ്റ്റംബർ 13 ഇവിടെ കൃപാസനത്തിൽ വന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്, ഞാൻ ആ ചേട്ടൻ അസുഖമായിരുന്ന സമയങ്ങളിൽ വെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് ഞാൻ ഗാഗുൽത്തയിൽ പോകാറുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനം പത്രം തന്നതും എന്നോട് പറഞ്ഞു, മോള് പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, എല്ലാം മാതാവ് ശരിയാക്കി തരും. പക്ഷേ അന്ന് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. ഈ ആശുപത്രി പോക്കും വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്കതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആളെയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ എന്താണ് ഉടമ്പടി എന്നൊന്നും കൃത്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിറയെ ജനങ്ങളായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങളൊരു ബ്രദറിനോട് പറഞ്ഞ ആളെ വീൽ ചെയറിലിരുത്തി ഞങ്ങളൊരു വിധത്തിൽ തള്ളിക്കൊണ്ടുവന്ന് ഇവിടെ ഈ സൈഡിലിരുത്തി. അപ്പോൾ അന്നിവിടെ തപസ് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ബ്രദറിനോട് പറഞ്ഞ് അച്ഛനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്ന് ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എന്ന പോലെ അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുകയും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ ചോദിച്ചു, മോളെ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ കാര്യങ്ങൾ. അപ്പോൾ ചേട്ടനെ വീൽ ചെയറിൽ ഇവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് വലത്തെ കാലിലെ കൈകൾ വെച്ച് അച്ഛൻ്റെ അന്ന് 32 വർഷം അച്ഛൻ അർപ്പിച്ച ദിവ്യബലിയുടെ യോഗ്യതയാലും കർത്താവിനെ മഹത്വപ്പെടുത്താനും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും ഈ ദാസിനെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് ഞങ്ങളോട് സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങളന്ന് വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യമായി തന്നെ ഉടമ്പടി തൈലമെടുത്ത് ആളുടെ ശിരസിൽ പുരട്ടി കൊടുത്തു. കൃപാസനത്തിൽ തന്നു കിട്ടിയ മെഡലെടുത്ത് ആളുടെ കഴുത്തിൽ ഞാൻ ഇട്ട് കൊടുത്തു. ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കിടക്കുന്ന തലയുടെ മുകളിലായിട്ട് ആ ഫോട്ടോ ഞാൻ ഒട്ടിച്ചു വെച്ചു. അന്ന് രാത്രി ഉറങ്ങി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ആൾ എഴുന്നേറ്റു. പക്ഷേ ആൾ എന്നോട് പറഞ്ഞില്ല. ആൾ തന്നെ പതുക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച ആൾ പതുക്കെ എഴുന്നേറ്റ് വലത്തെ കാല് നിലത്ത് കുത്തി പതുക്കെ പിടിച്ച് നടന്ന് ബാത്റൂമിൽ പോയി. അതിനുശേഷം ആൾ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ നടക്കാൻ തുടങ്ങി. ആളുടെ എല്ലാ അസുഖങ്ങളും നേർച്ച വസ്തുക്കൾ ഞാൻ സ്ഥിരമായിട്ട് ആൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ആളുടെ കഞ്ഞിയിലും തേനും ഉടമ്പടിത്തേലും എല്ലാം ആൾക്ക് സ്ഥിരമായിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അസിഡിറ്റിയുടെ പ്രോബ്ലം, അൾസറിൻ്റെ പ്രോബ്ലം എല്ലാം സുഖപ്പെട്ടു. കിഡ്നിയുടെ ക്രിയാറ്റിൻ കൂടുതലുണ്ടായിരുന്ന എല്ലാം കുറഞ്ഞു. ഭക്ഷണം എന്ത് കഴിച്ചാലും ആൾക്ക് അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒന്നും കഴിക്കാത്തൊരവസ്ഥയായിരുന്നു. അതെല്ലാം പതിയെ മാറാൻ തുടങ്ങി. ആൾ പൂർണ്ണമായൊരു ആരോഗ്യം ആൾക്ക് തിരിച്ചു കിട്ടി. അന്ന് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരുമ്പോൾ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 42 കിലോയായിരുന്നു ആളുടെ വെയിറ്റ്. ഇന്ന് ആളത് 76 കിലോയായി പൂർണ്ണ ആരോഗ്യത്തോടെ. ഇന്നൊരു മരുന്നും കഴിക്കുന്നില്ല. അന്ന് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു പോയതിന് ശേഷം ഒരിക്കൽ പോലും പിന്നെ ആളെ ഞാൻ ആശുപത്രിയിൽ എനിക്ക് അഡ്മിറ്റ് ആക്കേണ്ട വന്നിട്ടില്ല. 2016 തൊട്ട് 19 വരെ 3 മാസം 2 മാസം കൂടുമ്പോഴെല്ലാം ആൾ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റായി ഡ്രിപ്പിട്ട് സലൈനിട്ട് കിടത്താറുണ്ടായിരുന്നു. അത്രയ്ക്കും ആരോഗ്യാവസ്ഥ മോശമായിരുന്നു. പക്ഷേ കൃപാസന മാതാവും ഈശോയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, ഞാൻ ഉടമ്പടിയിൽ ആദ്യമായി വെച്ചിട്ടുണ്ടായിരുന്ന നിയോഗം എന്ന് പറയുന്നത് ആൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി കൊടുക്കണേ മാതാവേ എന്ന്, ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള കൃപ കൊടുക്കണേ. ആൾ അസുഖങ്ങളായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും അന്ന് ഉടമ്പടി നിയോഗങ്ങളായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ അത് മാത്രം അന്ന് ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ നിയോഗങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ ആളെ എനിക്ക് തിരിച്ചു തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആശുപത്രി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫിനാൻസായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്ലാറ്റ് ഞങ്ങൾ വിൽപ്പനയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന വാടകയ്ക്ക് താമസിച്ച അവർ പക്ഷേ ഒഴിയാൻ റെഡി ആയിരുന്നില്ല. അവരത് വീട് വാങ്ങാനും റെഡി ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും വിചാരിച്ച് ഞാൻ വീണ്ടും കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞാൻ കൂടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പഴയ ധ്യാനമാണ്, ലൈവ് അല്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ധ്യാനം കേൾക്കും. രാത്രി ഞാൻ എന്നും കേട്ട് പ്രാർത്ഥിക്കും. കേട്ട ധ്യാനമാണെങ്കിൽ വീണ്ടും ഞാൻ കേട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 5-6 എന്ന ഡേറ്റിൽ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നവരെല്ലാവരും ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ജൂലൈ മാസത്തിലായിരുന്നു അന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അടുത്ത മാസം ഓഗസ്റ്റ് 6-ാം തീയതി എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ദിവസം തന്നെ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ വിൽപ്പന ഞങ്ങൾക്ക് സാധിച്ചു തരികയും ഞങ്ങൾക്ക് പൈസ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. മാതാവ് ഞങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു അമ്മയുടെ അനുഭവമാണ് എനിക്ക് മാതാവായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായത്. ഒരു കുഞ്ഞിന് മാതാവിനോട് എങ്ങനെ
സങ്കടങ്ങൾ പറയാൻ കഴിയും. നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് അത് നിരസിക്കാൻ സാധിക്കില്ല എന്നൊരു പോലെയാണ് എനിക്ക് മാതാവുമായിട്ടൊരു ബന്ധം ഉണ്ടായത്. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ അമ്മയോട് പറയണ പോലെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ച ഒരു കാര്യം മാതാവ് എനിക്ക് നിരസിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ജീവിതത്തിലും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, നിരവധിയായ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും തിരുക്കുമാരനും ഈശോയ്ക്കും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എല്ലാം ഞാൻ 1000 നന്ദികൾ അർപ്പിക്കുന്നു. പരിശുദ്ധമയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി പറയാം.